കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ അതിരാവിലെ സമയം എല്ലാവരും അസംബ്ലി സമയമാണ്. അപ്പോൾ എല്ലാവരും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ അസംബ്ലിയിൽ ഈ ഈശ്വര പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 കുട്ടികൾ ഈ കൈകൂപ്പി നിന്നില്ല. പ്രയർ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് അധ്യാപകർ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളാണ്. ആ കുട്ടികളെ 3 പേരെയും സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. ഓഫീസ് റൂമിലെത്തി ഈ 3 വിദ്യാർത്ഥികളോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ, അതായത് കുട്ടികൾ പ്രാർത്ഥനാ ഗീതം ആലപിച്ചപ്പോൾ കൈകൂപ്പി നിൽക്കാതിരുന്നത് എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മതപ്രകാരം അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് തന്നെ അവർ കൈകൂപ്പാൻ തയ്യാറായില്ല. അങ്ങനെ വിദ്യാർത്ഥികളുടെ പാരൻസിനെ വിളിപ്പിച്ചെന്ന് തോന്നുന്നു. എങ്കിലും അത് പിന്നീട് ആ പ്രശ്നം പരിഹരിക്കുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപ്രകാരം അവർ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മാത്രമേ, പ്രയറിൻ്റെ ടൈമിൽ മാത്രമേ അവർ ചെയ്യാറുള്ളായിരുന്നു. അതായത് ഈ വേറെ ഒരു ഇത് എന്നെ കൈകൂപ്പി നിൽക്കുക എന്നുള്ളത് അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അത് തെറ്റായിരുന്നു. അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, ആ വിദ്യാർത്ഥികൾ ചെയ്തില്ല. ഈ സംഭവം നടന്നത് കേരളത്തിലെ ഒരു എറണാകുളം ജില്ലയിലാണെന്ന് നേരത്തെ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് പഠിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ യുവതികളിൽ വലിയ തോതിൽ മതപരമായിട്ടുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ്. കാലക്രമേണ അതിങ്ങനെ കുറഞ്ഞ് കുത്തനെ വന്നു. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഒരു 100 കൊല്ലം മുമ്പുള്ള ആളുകളുടെ മതപരമായ വിശ്വാസം, ഭക്തിയല്ല ഇപ്പോഴുള്ള ആളുകൾക്ക്. ഇപ്പോഴുള്ള ആളുകൾക്കുള്ള വിശ്വാസമായിരിക്കില്ല ഇനി ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം വിശ്വാസം കാലക്രമേണ കുറഞ്ഞു വരികയാണ്. അപ്പം ദൈവവിശ്വാസം ഉള്ള ആളുകൾക്കിടയിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളും ഉണ്ടാകാം. അവരും ചിലപ്പോൾ ചില ചിട്ടകളൊക്കെ എല്ലാവരും ചെയ്യുന്ന മുറപ്രകാരം ചെയ്യേണ്ടതായി വരും. ഇവിടെ സൂംബ നൃത്തം കേരളത്തിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് വിദ്യാർത്ഥികളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൂംബ നൃത്തം ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ വലിയൊരു പരിഷ്കാരത്തിന് തുടക്കമായി. ഇത് മുൻകാലങ്ങളിൽ ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും വ്യായാമം ചെയ്യുക കുറച്ച് പ്രയാസകരമാണ്. ചില ആളുകൾ ജിമ്മിൽ പോവും. അത് കുറച്ച് നാൾ ഞാൻ ജിമ്മിൽ